everyone, welcome back to my YouTube channel. So, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ചെറുതായിട്ടൊന്ന് പെട്ടെന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തേക്കാണ്. സോ അപ്പോൾ നമുക്ക് എന്തായാലും പുറത്ത് പോകാൻ വേണ്ടിയിട്ടൊന്ന് ഒരുങ്ങാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഇടുന്ന ചുരിദാർ. ഇത് ഞാൻ ജയലക്ഷ്മിന്നോ കല്യാണം എന്തോ മേടിച്ചിട്ടുള്ളതാണ്. ഇത് ഇങ്ങനെ മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. സോ അപ്പോൾ അതാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ലുക്കൊക്കെ ഞാൻ കാണിക്കാം. സോ അപ്പോൾ നമുക്ക് എന്തായാലും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെപ്പോഴും മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഫേസ് നല്ല പോലെ പ്രിപ്പ് ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ ക്ലെൻസിങ്, ടോണിങ് ആൻഡ് മോയ്സ്ചറൈസിങ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ മാത്രമേ നമുക്ക് നല്ല ഒരു ഫ്ലോലെസ് മേക്കപ്പ്, അതുപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഫേസ് കിട്ടുള്ളൂ. അത് മാത്രമല്ല നമ്മുടെ സ്കിന്നിനും അതാണ് നല്ലത്. നമുക്ക് ഹെൽത്തി സ്കിന്നായിട്ടൊക്കെ ഇരിക്കാനായിട്ട് എപ്പോഴും ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഫേസ് വാഷ് ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഇത് റോസ് വാട്ടർ ആണ്. നമുക്ക് റോസ് വാട്ടർ എനിക്ക് തോന്നുന്നു ബഞ്ചാറാസിൻ്റെ എന്തോ ആണിത്. അത് ഞാൻ മേടിച്ചിട്ട് നമുക്ക് മേടിക്കുമ്പോൾ അത് കിട്ടുന്നത് നമുക്ക് ഇങ്ങനെ ഒറ്റിക്കുന്ന തരത്തിലാണ് അതിൻ്റെ പാക്കേജിങ്. അപ്പോൾ അതിനെക്കാട്ടും ഈസി ആയിട്ടുള്ളത് ഇങ്ങനെ സ്പ്രേ ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ ആ ഒരു റോസ് വാട്ടർ ഇങ്ങനത്തെ ഒരു സ്പ്രേ ബോട്ടിൽ മേടിച്ചിട്ട് ഇതിനകത്തേക്ക് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല ഈസി ആയിട്ട് സ്പ്രേ ചെയ്യാനും പറ്റും. നമുക്ക് കുറച്ചും കൂടെ ഒരു നല്ല എളുപ്പമായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റോസ് വാട്ടർ ഇങ്ങനെ സ്പ്രേ ബോട്ടിലാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് വീട്ടിൽ തന്നെ ഒരു ടോണറൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ലൈക്ക് നമ്മുടെ ക്യുക്കുംബർ വെള്ളം അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതൊക്കെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഫേസിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നതോ ടോണറൊക്കെ ഭയങ്കര ഒരു റിഫ്രഷിങ് ഒക്കെ ആയിട്ട് തോന്നും. അപ്പം ഞാൻ അതുകൊണ്ടാണ് മെയിനായിട്ട് ഇങ്ങനെ എല്ലാ ടോണറും മേടിക്കുമ്പോഴും ഞാൻ ഇതുപോലത്തെ സ്പ്രേ ബോട്ടിലാക്കി വെക്കും. നമുക്ക് കുറച്ചും കൂടെ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് വന്നിട്ട് ടോണർ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് ഒരു സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം മിനിമലിസ്റ്റിൻ്റെ നിയാസിനമൈഡ് 0.5% ഫേസറാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഫോക്കസ്. അപ്പം ഈ ഒരു സിറം ഞാനിപ്പോൾ രണ്ടാമത്തെ ബോട്ടിലാണ് മേടിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒട്ടും ഭയങ്കര വാട്ടർ കൺസിസ്റ്റൻറ്റ് പോലെയാണ് ഈ ഒരു ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഒരു സ്മെല്ലും ഇല്ല, ഒന്നുമില്ല. അപ്പം നമുക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നല്ലൊരു സെറമാണ്, നല്ല സെറാണ് കേട്ടോ. ഓയിലി സ്കിന്നുള്ളവർക്ക് എനിക്ക് തോന്നുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഞാനൊരു ഷോർട്സിലിടാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സിറം ഇങ്ങനെ ഡാബ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യണം എന്നാണ് പറയണേ. അപ്പോൾ നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് ഞാൻ വായിച്ചത് ഇത് മോയ്സ്ചറൈസറിനേക്കാളും ഭയങ്കരമായിട്ടും നമ്മുടെ സ്കിന്നിലേക്ക് പെനിട്രേറ്റ് ചെയ്യുന്ന ഒരു അങ്ങനെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നമ്മുടെ സ്കിന്നിലേക്ക് ഇങ്ങനെ ഡാബ് ചെയ്തിട്ട് പെനിട്രേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ എന്തോ ആണ് അതിൻ്റെ മെക്കാനിസം. ഓക്കെ, അപ്പോൾ നമ്മൾ സെറമൊക്കെ അപ്ലൈ ചെയ്തു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല മേക്കപ്പ് ചെയ്യാമെന്ന് മാത്രമല്ല നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. ഒരു പ്രോപ്പർ സ്കിൻ കെയർ റുട്ടീൻ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ സെറം അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പോൺസിൻ്റെ ഈ ഒരു സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഞാൻ കുറേ തവണ പറഞ്ഞിട്ടുണ്ട്. എനിക്കിത് ഭയങ്കരമായിട്ടും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. ഓയിലി സ്കിന്നുള്ളവർക്കൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ സ്കിന്ന് ഇത്രയൊക്കെ, അതായത് നമ്മൾ ഫേസ് വാഷ് ചെയ്യുക, ഒരു ടോണർ അപ്ലൈ ചെയ്യുക, പിന്നെ ഒരു സെറം നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചുള്ള സെറം നമ്മൾ സെലക്ട് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്യുക. എന്നിട്ടൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത്രയും മതി നല്ലൊരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യാനായിട്ട്. ലിപ് ബാം അപ്ലൈ ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അണ്ടർ ഐ ഡാർക്ക്നെസ് അല്ലെങ്കിൽ പഫ്നെസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഐ ക്രീമും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഇതാണ് നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതിനനുസരിച്ചിട്ട് പ്രൊഡക്ട്സ് എടുക്കുക. എന്നിട്ട് നല്ലൊരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുക കേട്ടോ. ഇതുവരെ ആരും അങ്ങനത്തെ ഒരു സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുന്നില്ലെങ്കിൽ എന്തായാലും ചെയ്യണം. അത് നിങ്ങൾക്ക് എപ്പോഴും നല്ലതാണ്. നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഒരു ഗ്ലോ ആയിട്ടിരിക്കാൻ,
പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പം ഇതുവരെ സ്കിൻ കെയർ ഒന്നും ആരും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പറ്റാവുന്ന ബഡ്ജറ്റിൽ എടുത്താൽ മതി. സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് പറ്റാവുന്ന ബഡ്ജറ്റിൽ, എന്നാൽ കുഴപ്പമില്ലാത്ത കുറച്ച് ബ്രാൻഡ്സ് ഒക്കെ നോക്കി സെലക്ട് ചെയ്തിട്ട് അങ്ങനെ സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം ഞാൻ ഫൗണ്ടേഷൻ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പ്രൈമർ എപ്പോഴും അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. നല്ല ഗ്ലോയി ഒരു സ്കിൻ, ഒരു ഫ്ലോലെസ് ആയിട്ടുള്ള മേക്കപ്പ് ഒക്കെ കിട്ടാനായിട്ട് പ്രൈമർ എപ്പോഴും അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ പോഴ്സ് ഒക്കെ ഒന്ന് ടൈറ്റൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ഞാനിപ്പം യൂസ് ചെയ്യുന്ന പ്രൈമർ മേബിലിൻ ന്യൂയോർക്കിൻ്റെ ഈ ഒരു പ്രൈമറാണ് കേട്ടോ. ഇത് നല്ല പാക്കേജിങ് ആണ്, നല്ലൊരു സ്ലീക്ക് ആയിട്ടുള്ള പാക്കേജിങ് ആണ്. പിന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴും കണ്ടോ ഇങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ള ഈ ഒരു പാക്കേജിങ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു അടിപൊളി പാക്കേജിങ് ആണ് ഇവരുടെ. പിന്നെ ഈ പ്രൊഡക്റ്റും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് കുറച്ച് നമുക്ക് ഓയിലി പോലെ തോന്നും, എനിക്ക് ഓയിലി സ്കിൻ ആയതുകൊണ്ട് കുറച്ച് ഓയിലി പോലെ തോന്നും, പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ നല്ല ബേസ് ആയിട്ട് മേക്കപ്പിന് ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് അപ്ലൈ ചെയ്താൽ മതി, കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് ഓയിലി ആയിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിത് ഈ ക്യാമറയിൽ കൂടെ കാണുമ്പം കറക്റ്റായിട്ടും മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പം നമ്മൾ പ്രൈമറൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പം യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ മാമാഅർത്തിന്റെ ഗ്ലോ സിറം ഫൗണ്ടേഷൻ ആണ്, വിത്ത് വൈറ്റമിൻ സി ഉള്ളതാണ്. മാമാഅർത്ത് ഗ്ലോ സിറം ഫൗണ്ടേഷൻ പെർഫെക്റ്റ് ഈവൻ കവറേജും ഗ്ലോയിങ് സ്കിന്നും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സൂപ്പർ ഫൗണ്ടേഷൻ ആണ്. 2x ഇൻസ്റ്റന്റ് ഗ്ലോ വിത്ത് 12 hours ലോങ് സ്റ്റേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ സ്കിൻ ടോൺസിന് ചേരുന്ന 9 ഡിഫറെന്റ് യൂണീക് ഷെയ്ഡ്സിൽ ഈ ഒരു ഫൗണ്ടേഷൻ അവൈലബിൾ ആണ്. ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ്. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് വൈറ്റമിൻ സി ആൻഡ് ടേമറിക് ആണ്. വൈറ്റമിൻ സി ഫോർ ബ്രൈറ്റനിങ് എഫക്ട് ആൻഡ് ടേമറിക് ഹാവ് ആന്റി ഓക്സിഡന്റ് ബെനിഫിറ്റ്സ്. മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എവറിഡേ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൗണ്ടേഷൻ ആണ്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് കൂടിയാണ്. അപ്പോൾ മാമാഅർത്തിന്റെ എല്ലാ പ്രൊഡക്ട്സും മാമാഅർത്തിന്റെ വെബ്സൈറ്റിലും ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് ആൻഡ് പേർപ്പിൾ നിങ്ങളുടെ അടുത്തുള്ള സ്റ്റോഴ്സിലും എല്ലാം അവൈലബിൾ ആണ്. പ്ലാസ്റ്റിക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് മാമാഅർത്ത്. അപ്പോൾ നിങ്ങൾ മാമാഅർത്തിന്റെ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യുകയാണെങ്കിൽ എൻ്റെ കൂപ്പൺ കോഡായിട്ടുള്ള AGP 2024 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ 20% ഓഫ് കിട്ടുന്നതായിരിക്കും. ഒരുപാട് ഫൗണ്ടേഷൻ ഞാൻ അപ്ലൈ ചെയ്യാറില്ല കേട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടം കൺസീലറാണ്. കൺസീലർ അപ്ലൈ ചെയ്ത്, കാരണം നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എവിടെയെങ്കിലും ഒക്കെ എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കിൻ ടോൺ ഉണ്ടെങ്കിൽ, അതായത് ചിലപ്പം എനിക്ക് ഈ ഒരു ഏരിയയിൽ ചെറുതായിട്ട് ഡാർക്ക് സ്കിൻ ടോണാണ് ഇവിടത്തേക്ക് വെച്ച് നോക്കുമ്പോൾ, പിന്നെ ചിലപ്പോൾ അണ്ടർ ഐ എന്താ പറയുക ഡാർക്ക്നെസ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് അത് മാത്രം ഹൈഡ് ചെയ്താൽ മതി എങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് കൺസീലറാണ് കേട്ടോ. അപ്പം ഞാൻ കൂടുതൽ കൺസീലറാണ് യൂസ് ചെയ്യാറ്. ഇടയ്ക്കൊക്കെ നമുക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. ഞാൻ കൈ വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണേ. നിങ്ങൾക്ക് ഈ രണ്ട് സൈഡിലും ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഫുള്ളായിട്ട് കവറായ പോലെ തോന്നുന്നുണ്ടല്ലേ നോക്കൂ. ഈ ഫൗണ്ടേഷൻ നമുക്ക് സ്പഞ്ച് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നല്ല ഈസി ആയിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാം. കാരണം ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോർമുല, തിക്ക് കൺസിസ്റ്റൻസി അല്ല ഇതിന്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫോർമുല. അപ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ യെസ്, യു ക്യാൻ സീ ദ ഡിഫറൻസ് ഗൈസ്. മാമാഅർത്തിന് ഈ ഒരു കാജലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നല്ല കാജലാണ്, നല്ല ഡാർക്കായിട്ട് നമുക്ക് അങ്ങനെ ലൈൻസ് വരുന്ന നല്ലൊരു കാജലാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ കണ്ണിന് താഴെയാണ് ഇത് വെച്ചിട്ട് മോസ്റ്റ്ലി എഴുതി കൊടുക്കുക, പക്ഷെ കണ്ണിന് താഴെ അതായത് നമ്മുടെ വാട്ടർ ലൈനിൽ എഴുതാൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് മുകളിലായിട്ട്, അതായത് നമ്മുടെ ഇവിടെ ഇല്ലേ ഈ ഒരു ഭാഗത്ത് നമുക്കതുകൊണ്ടൊന്ന് എഴുതി കൊടുത്ത് നോക്കാം. എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്യാം.
ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ എഴുതുമ്പോൾ കറക്റ്റായിട്ട് വരും കേട്ടോ. ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ പരീക്ഷണം സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് സക്സസ് ആയിട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം നമ്മൾ ഐലൈനർ എഴുതുന്ന പോലെ തന്നെയാണ്, പക്ഷേ ഗ്ലോസി എഫക്റ്റ് അല്ല. ഒരു എന്താ പറയുക, ഒരു മാറ്റ് ഫിനിഷ് പോലെ തോന്നും. ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു ബ്ലഷ് ഇട്ട് കൊടുക്കാം. ബ്ലഷ് ശരിക്കും നമ്മുടെ മേക്കപ്പിനെ മാറ്റിമറിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ശരിക്കും ഞാനത് ബ്ലഷ് യൂസ് ചെയ്തതിന് ശേഷമാണ് എനിക്കത് മനസ്സിലായത്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് മാമാഅർത്തിൻ്റെ ലിപ് ചീക്ക് ആൻഡ് ഐ ടിൻറ്റ് ആണ്. വൈറ്റമിൻ സി വരുന്നതാണ് കേട്ടോ. ഇത് വന്നിട്ട് ബീറ്റ്റൂട്ട് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇത് ഭയങ്കര അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഇത് കണ്ടു, ഇതിനൊരു മിററൊക്കെ ഇവിടെ ഫ്രണ്ട് ഇവിടെ വരുന്നുണ്ട്, മിററൊക്കെ. പിന്നെ ഇതിന് നല്ല കൺസിസ്റ്റൻസിയാണ്, നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ നമുക്ക് നല്ല പോലെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സൂപ്പർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫൈനലായിട്ട് നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ മേക്കപ്പ് ഐറ്റം നമുക്ക് യൂസ് ചെയ്യാം. അത് വന്നിട്ട് നമ്മുടെ സ്വന്തം വൺ ആൻഡ് ഓൺലി ലിപ്സ്റ്റിക്കാണ്. അപ്പം ഞാനിന്ന് യൂസ് ചെയ്യുന്നത് മാമാഅർത്തിൻ്റെ തന്നെ പീച്ച് ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് ഹെയർ ഓപ്പൺ ചെയ്യാം. പിന്നെ ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ കുറച്ച് ആഡംബരമായിട്ട് ഈ ഒരു ജിമിക്ക് കമ്മലൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പൊട്ട് കുത്തി കൊടുക്കാം. പൊട്ട് ഉണ്ടാവോ? ഓക്കെ, ഇനി ഞാൻ ഹെയർ നമുക്ക് ഇങ്ങനെ പിന്നിട്ടാൽ എങ്ങനെ ഇരിക്കും എന്നൊന്ന് നോക്കാം. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് വീഡിയോസ് ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഒരു ലൈക്കും കൂടെ ചെയ്തേക്കണം കേട്ടോ. സോ പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.